ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് ഒക്കെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 7 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പിമ്പിൾസ് എങ്ങനെയാണ് മാറ്റിയത് എന്നുള്ളൊരു ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആണ്. അതിന് വേണ്ടി നമുക്ക് വെറും 2 സാധനങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത്. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയും കുറച്ച് റോസ് വാട്ടറും മാത്രമാണ്. ഇത് രണ്ടും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ പിമ്പിൾസ് വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലാണ് എനിക്ക് കൂടുതലും പിമ്പിൾസ് വന്നിട്ടുള്ളത്. അവിടെ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഞാനിവിടെ ഐസ് ക്യൂബാണ് എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഐസ് ക്യൂബ് ചലഞ്ചിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫേസിലുള്ള കംപ്ലീറ്റ് പിമ്പിൾസ് മാറാനും ഒരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐസ് ക്യൂബ് വളരെയധികം എനിക്ക് ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഐസ് ക്യൂബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഐസ് ക്യൂബ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വേപ്പിലയും റോസ് വാട്ടറും നമ്മുടെ പിമ്പിൾസ് വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് അവിടെ മാത്രം നമുക്കൊരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ യൂസ് ചെയ്താൽ മതിയാവും. എനിക്ക് പിമ്പിൾസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ് ഈ ഒരു പാക്ക് യൂസ് ചെയ്താലും വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ പിമ്പിൾസ് ഉള്ളത് അവിടെ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പിമ്പിൾസ് എല്ലാം മാറിക്കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പിമ്പിൾസ് മാറാനായിട്ട് 1-2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് 2-3 ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഐസ് ക്യൂബ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിമ്പിൾസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ പിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചുമന്ന വലിയ പിമ്പിളായിട്ടായിരുന്നു എൻ്റെ പിമ്പിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് ഈ ഒരു പാക്ക് എനിക്ക് പിമ്പിൾസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇട്ട് കൊടുത്തത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ എൻ്റെ പിമ്പിൾസ്, ആ ചുമന്നിരുന്ന പിമ്പിൾസ് എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു പാട് മാത്രമേ പിന്നീട് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഈ ഒരു പിമ്പിൾസ് വരുന്നതും അത് പോകാനുള്ള സമയവും എടുക്കുന്നത്. നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഒരു 20-25 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് റിസൾട്ട്. പിറ്റേ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ്. ആ ഒരു വലിയ മുഖക്കുരു നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ചെറിയ രീതിയിൽ അതിൻ്റെ പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഐസ് ക്യൂബ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആ ഒരു മുഖക്കുരുവിൻ്റെ ആ പാടും വളരെ എളുപ്പത്തിൽ തന്നെ എൻ്റെ ഫേസിൽ നിന്ന് ഫെയ്ഡായി പോയി. നിങ്ങൾക്കും ഇതുപോലുള്ള ക്ലിയർ സ്കിന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്നുള്ളത് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.